കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് ഇടിഞ്ഞ മണ്ണ് നീക്കാൻ നടപടിയില്ല. ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ ഒരു വാഹനത്തിന് കഷ്ടിച്ച് മാത്രമാണ് കടന്നു പോകാൻ കഴിയുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് റോഡിന് താഴ്വശത്തുള്ള നിരവധി കുടുംബങ്ങൾ. ജൂൺ മാസത്തിലാണ് ശക്തമായ മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് മണ്ണിട്ടിടിഞ്ഞ റോഡിലേക്ക് പതിച്ചത്. ആദ്യം കുറച്ചു ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണുണ്ടായിരുന്നത്. എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി. ഇതോടെ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നുപോകാൻ കഴിയുന്ന അവസ്ഥയാണ്. മണ്ണ് നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ ഇത് കണ്ട ഭാവമില്ല. മണ്ണ് നീക്കുന്നതിന് സബ് കളക്ടർ അടക്കം നിർദ്ദേശം നൽകിയെങ്കിലും ദേശീയപാത അധികൃതർക്ക് അനക്കമില്ല. നിലവിൽ ശക്തമായ മഴയിൽ വീണ്ടും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകട ഭീതിയിലാണ് റോഡിന് താഴ്വശത്തുള്ള നിരവധി കുടുംബങ്ങൾ. മണ്ണിടിച്ചിൽ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണെന്നും അടിയന്തര പരിഹാരം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വണ്ടി പോകാൻ വേണ്ടി അവർ മണ്ണെടുക്കുന്നത്. എന്നാലും ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ എത്ര വീടുകളായിപ്പോ ഈ മഴ കൊണ്ട് നഷ്ടമായെന്ന്, എത്ര ജീവൻ നഷ്ടമായി പോന്നു. ഇതിനൊന്നും കണ്ടിട്ട് അവർക്കൊരു മനസ്സ് അവർക്ക് തുറക്കുന്നുമില്ല. അതിനുവേണ്ടി അവർ തീരുമാനം എടുക്കുന്നില്ല. ഞങ്ങള് ഇത്രയും കുടുംബങ്ങൾ അവിടെ അടുത്ത് താമസിക്കുക. ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങള് സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുമെന്ന് പറ. തീരുമാനം എടുത്തില്ലേ ശരിയാകത്തില്ല. 2 വർഷമായി ഞങ്ങൾ കിടന്നങ്ങ് വിഷമിക്കുക. പെട്ടെന്ന് രാത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ മണ്ണെല്ലാം കൂടെ ഇറങ്ങി വന്നാൽ ഞങ്ങൾ എന്നാ ചെയ്യാം? എന്തോരം ഞങ്ങൾ പറഞ്ഞു എന്നാളും വന്നതല്ലേ, പറഞ്ഞു ഞങ്ങൾ മടുത്തു. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിന്റെ നടുക്കിരിക്കും. കഴിഞ്ഞ ദിവസം അടിമാലിയിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഭീതി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് സമീപത്ത് ഹോസ്റ്റൽ നടത്തുന്ന കന്യാസ്ത്രീകളും പറയുന്നു. 2 വർഷത്തോളമായി മണ്ണിടിഞ്ഞ് വീഴുന്നത്. ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ഇവിടെ തൊട്ടടുത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അവർക്കും ഞാൻ കുറച്ച് നോട്ടീസൊക്കെ തന്നു. പക്ഷെ ഇപ്പൊ ഈ ഓരോ ദിവസം ചെല്ലുന്തോറും ഡേഞ്ചറസ് കൂടി വരികയാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം അടിമാലിൽ സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം മുകളിൽ നിന്ന് മണ്ണ് എപ്പോഴും ഇടിഞ്ഞ് റോഡിന് നടുവ് വരെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന് തക്കതായിട്ടൊരു തീരുമാനം ഇതുവരെ ആരും എടുക്കുന്നില്ല. ആരെങ്കിലും വരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷെ അതിൻ്റെ ബാക്കി എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഇതിന് എന്തെങ്കിലും ഈ സമയത്ത് എന്തെങ്കിലും തക്കതായ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന് മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യണം. ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലായിടത്തും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് അടക്കമുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ദേവികുളത്ത് ദേശീയപാതയിൽ ഇടിഞ്ഞു വീട് മണ്ണ് നീക്കുന്നതിനോ സമീപത്തുള്ള കുടുംബങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ഒരുവിധ നടപടിയുമില്ല. സിറ്റി വിഷൻ, മൂന്നാർ.